സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി M53. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. സാംസങ് അടുത്തിടെയായിട്ട് കുറേ സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ബോക്സിനകത്താണ് സാംസങ് കൊണ്ടുവരുന്നത്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല, ചെറിയൊരു ബോക്സാണ്. ഈ ഒരു ബോക്സിന്റെ പുറത്ത് ഇതുപോലെ സാംസങ് M53 5G എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. താഴെ സാംസങ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതിനകത്ത് ഇത്തരത്തിൽ സെൻട്രൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് താഴെ വാങ്ങാവുന്ന സാംസങ്ങിൻ്റെ ടോപ്പ് ഡിസ്പ്ലേ ഉള്ള അതുപോലെ മികച്ച ക്യാമറ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു സാംസങ് സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടാണ് സാംസങ് ഗാലക്സി M53 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബോക്സ് ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അൺബോക്സ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മുടെ ഫോൺ ഇരിക്കുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ. പേപ്പർ പീസൊക്കെ എടുക്കുന്ന പോലെ, പേപ്പറിൻ്റെ ഒരു വലിയ കുറച്ചൊരു ബണ്ടിൽ പേപ്പർ എടുത്തായിരിക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ ബോക്സും ലൈറ്റ് വെയിറ്റ് ആണ്, ചാർജർ ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇതിനകത്ത് ചെറിയ പേപ്പർ ബോക്സ് ഉണ്ട്. അതിനകത്ത് ഒരു സിം ഇജക്ടർ പിൻ ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ചാർജിങ് കേബിൾ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചാർജർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന് ഈ ഒരു കേബിൾ യൂസ് ചെയ്യണമെങ്കിൽ ടൈപ്പ് സി കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് ചാർജർ ആയിരിക്കണം വേണ്ടുന്നത്. എങ്കിൽ ഈ കേബിൾ യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ ഡോക്യുമെന്റേഷൻ പേപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫോണിൻ്റെ ബോക്സിനകത്ത് കൂടുതലൊന്നുമില്ല. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈനിൽ വാങ്ങുമ്പോൾ 299 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ഒരു ട്രാവൽ അഡാപ്റ്റർ വാങ്ങാൻ സാധിക്കും. സാധാരണ അല്ലാതെ സാംസങ്ങിൻ്റെ ഒരു ട്രാവൽ അഡാപ്റ്റർ വാങ്ങുന്നതിന് എനിക്ക് തോന്നുന്നത് ഏകദേശം 1,500 രൂപയെങ്കിലും ചിലവാകും. പക്ഷേ ഇവിടെ 299 രൂപയ്ക്ക് നമുക്ക് ട്രാവൽ അഡാപ്റ്റർ വാങ്ങാം എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. അതുപോലെ ഇതിൻ്റെ കനമെന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്തായാലും ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു സ്റ്റിക്കർ കൂടിയുണ്ട്, അതുകൂടി ഒഴിവാക്കുന്നു. അടുത്തിടെ സാംസങ് തന്നെ പുറത്തിറക്കിയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു സെയിം ഡിറ്റോ ബാക്ക് ഡിസൈൻ. ആക്ച്വലി എൻ്റെ മോഡൽ നെയിമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ഫോണുകൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മോഡൽ നെയിമൊന്നും ഓർത്തിരിക്കുന്നില്ല. എന്തായാലും സാംസങ്ങിൻ്റെ മുൻപ് കണ്ട ഒരു ഫോണിൻ്റെ സെയിം ഡിറ്റോ ബാക്ക് സൈഡാണ്. പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് അല്ല ഫോൺ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് അങ്ങനെ പതിയില്ല. ഇവിടെ ഇത്തരത്തിൽ 4 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഇതുപോലെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ സ്ലിം എന്ന് വെച്ചാൽ വളരെ സ്ലിം, വളരെ തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ വെറും 7.4 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതിന്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു സിം ട്രേ നൽകിയിരിക്കുന്നത്. താഴെ വരുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരു മൈക്രോഫോണും USB ടൈപ്പ് സി ചാർജിങ് പോർട്ടും സ്പീക്കർ ഗ്രില്ലും കാണാം. വലത് സൈഡിലായിട്ട് ഇത്തരത്തിൽ പവർ ബട്ടൺ. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും കാണാം. മുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ സാംസങ് ഗാലക്സി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ 120 ഹെഡ്സിൻ്റെ സ്മൂത്ത് ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ച ഒരു റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ സ്മൂത്താണ്, വളരെ റെസ്പോൺസീവ് ആണെന്ന് പറയേണ്ടി വരുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെ ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 800 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. കണ്ടില്ലേ, ഫുൾ ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നം അതുകൊണ്ട് തന്നെയില്ല. നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് ഇത്ര ഏകദേശം ഒരു 25% മാത്രമേ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല മികച്ച ഒരു ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണിൽ നമുക്കറിയാം ഡിസ്പ്ലേക്ക് പേര് കേട്ട ഫോണുകളാണ്. മറ്റ് പല ബ്രാൻഡുകൾക്ക് പോലും ഡിസ്പ്ലേ തയ്യാറാക്കി കൊടുക്കുന്നത് സാംസങ് ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. എന്ത് തന്നെയായാലും ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിന്നുള്ളൊരു കുറവ് കർവ്ഡ് ഡിസ്പ്ലേ അല്ല എന്നുള്ളതാണ്. ഞാൻ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ എടുത്ത് പറഞ്ഞത്. ഈ ഒരു പ്രൈസിൽ ഒരു 60,000 രൂപ സ്മാർട്ട് ഫോണുകളിലൊക്കെ കാണുന്ന ഡിസ്പ്ലേ എന്തായാലും സാംസങ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ON UI 4.1 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾഡായി വരുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. അതായത് സ്വിഗ്ഗി, അതുപോലെ സ്നാപ്ചാറ്റ്, ഫോൺ പേ,
ഇങ്ങനെ ഇത്രയും ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് സാംസങ്ങിൻ്റെ ഫോണുകളിൽ ഇത്തരത്തിൽ ബ്ലോട്ട്വൈസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ്റെ എണ്ണം ഒരു അല്പം കൂടുതലാണ്. എന്നിരുന്നാലും അത്തരം ആപ്ലിക്കേഷൻസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ള കാര്യവും ഓർപ്പിക്കട്ടെ. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടും. നിലവിൽ ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 13 കിട്ടും, ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് വരും. മാത്രമല്ല 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ 4 വർഷം വരെ അപ്ഡേറ്റ് ലഭിച്ചുകൊണ്ട് ഈ ഒരു ഫോൺ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുമെന്ന് ചുരുക്കാം. ഫോണിലെ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ആണ്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്യുകയാണ്. നല്ല ഒരു റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തരക്കേടില്ലാത്ത ഒരു ഫാസ്റ്റ് ഈ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സ്മാർട്ട് ഫോൺ ആണ്. ഓർക്ക് 12 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കും. അപ്പോൾ 5G ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാലും യാതൊരു പ്രശ്നമില്ല. ഇത്രയും ബാൻഡുകളുള്ളത് വലിയ കാര്യം. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ബോട്ടം ഫയറിങ്ങിലാണ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിച്ചു പോയി. പക്ഷേ മോണോ സ്പീക്കർ ആണ് എന്നുള്ളത് ഓർക്കുക. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ മോണോ സ്പീക്കറിലൂടെ നമുക്ക് ലഭിക്കില്ല. നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം. പക്ഷേ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനായിട്ട് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഒന്നുകിൽ ടൈപ്പ് സി ഹെഡ്സെറ്റുകൾ ലഭിക്കും. അത് കണക്ട് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡോൾബി അറ്റ്മോസ് നമുക്ക് ആസ്വദിക്കാം. അതല്ലെങ്കിൽ വയർലെസ് ഹെഡ്സെറ്റ് നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ ഡോൾബി അറ്റ്മോസ് അത്തരം ഹെഡ്സെറ്റുകൾ നമുക്ക് ആസ്വദിക്കാനാകും ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 900 എന്ന 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ റാം വന്നിട്ട് 2 വേരിയന്റ് ഉണ്ട്, 6GB 8GB. LPDDR4X റാമാണ്. ഇന്റേണൽ മെമ്മറി വന്നിട്ട് 128ഉം 256GBയുമാണ്. UFS ടൈപ്പ് 2.2 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 4,10,000-ലധികമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള വെച്ച് ഏറ്റവും ടോപ്പ് AnTuTu സ്കോർ വരുന്നത് മാക്സിമം 1 മില്യൺ ഒക്കെയാണ്. അപ്പോൾ 10,00,000-ൽ 4,10,000 എവിടെ നിൽക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഏകദേശം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിഡ് റേഞ്ച് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റാം പ്ലസ് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫോൺ ഇപ്പോൾ 6GB റാം ആണെങ്കിൽ പോലും വീണ്ടും നമുക്ക് 6GB വരെയൊക്കെ വെർച്വലി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു വെർച്വൽ റാം എന്ന കൺസെപ്റ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്കിൽ ഇത്തരത്തിൽ 4 ക്യാമറകൾ, 108 മെഗാ പിക്സലിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൈമറി സെൻസർ, അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, ടെർഷറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് 4ാമത്തെ ക്യാമറയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ 4 ക്യാമറകളും ഉണ്ട്. ഡെപ്തും മാക്രോയും പേരിന് വേണ്ടി 2 മെഗാ പിക്സലിൻ്റെത് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ 4 ക്യാമറകൾ നൽകിയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണുകളിലും 3 ക്യാമറകളിലേക്ക് വീണ്ടും ചുരുക്കി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 4 ക്യാമറകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഇത്തരത്തിൽ 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ കേപ്പബിലിറ്റി അല്ലെങ്കിൽ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഫോൺ ഇതിൽ നിന്നും പ്രൈസ് കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പോലും ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ ഷൂട്ടിംഗ് കപ്പാസിറ്റി നൽകിയില്ല. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 4Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 4K ക്വാളിറ്റിയിൽ നമുക്ക് വ്ളോഗ് ചെയ്യാം, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും. അതൊരു വലിയ കാര്യമാണ്. ഞാനത് ഒരു എന്താ പറയുക, എനിക്ക് അത്യാവശ്യം വരുന്നൊരു ഫീച്ചറായിട്ട് കാണുന്ന സ്മാർട്ട് ഫോണിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ 4K ഫ്രണ്ട് ക്യാമറയിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ON UI നൽകുന്ന ഒരു പുതിയ ഫീച്ചറായിട്ടുള്ള ഒബ്ജക്റ്റ് ഇറേസർ എന്ന ഫീച്ചർ, അതായത് ഇപ്പം നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു ഫോട്ടോയ്ക്കകത്തുള്ള ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമുക്ക് ഇറേസ് ചെയ്ത് കളയണം. ഇപ്പം എനിക്ക് ഈ ഒരു ലെൻസ് മതി, ഇത് വേണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇറേസ് കൊടുത്താൽ കണ്ടില്ലേ, ആ ഒരു സംഗതി അവിടെ ഉണ്ടെന്ന് പോലും പറയത്തില്ല.
അത്രയ്ക്ക് മനോഹരമായിട്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അനാവശ്യമായ ഒബ്ജക്റ്റിനെ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇത് സാംസങ്ങിൻ്റെ ON നൽകുന്ന ഒരു ഫീച്ചറാണ്. അതൊരു ലേറ്റസ്റ്റ് ഫീച്ചറാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. അത് ഒരുവിധം ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോണുകൾ മാത്രം സാംസങ് നൽകിയിട്ടുള്ളതാണ്. അത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വന്നിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. എന്നാൽ ഇതിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എത്രയുണ്ട് എന്ന് സാംസങ് അറിയിച്ചിട്ടില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവും. നോർമലി സാംസങ്ങിൻ്റെ മിക്ക സ്മാർട്ട് ഫോണുകളിലും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നൽകി വരാറുള്ളത്. അത് ഈ ഒരു ഫോണിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മിസ്റ്റിക് ഗ്രീൻ, ഡീപ്പ് ഓഷൻ ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് മിസ്റ്റിക് ഗ്രീൻ എന്ന കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി M53യിൽ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അണ്ടർ 25,000-ൽ നമുക്ക് 5G സ്മാർട്ട് ഫോൺ, അതും 12 ബാൻഡുകളുള്ള 5G സ്മാർട്ട് ഫോൺ ലഭിക്കുന്നു. കൂടാതെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകുന്നു. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ ഇതിനകത്ത് 2 കുറവുകൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. കാരണം ഇതൊരു 25,000-ൽ താഴെ നിൽക്കുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. അതിന് ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഗ്ലാസ് ബോഡി വരുന്ന ഫോണുകളുണ്ട്. അതുപോലെ 3.5 ഓഡിയോ ജാക്ക് ഇല്ല. പലർക്കും അതൊരു ചിലപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ പോലും പലരും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, വയേർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്ക് ഒരു മിസ്സിംഗ് ആയിരിക്കും അത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ നൽകിയിട്ടില്ല, മോണോ സ്പീക്കറാണ്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ എന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്? വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുടെ പ്രൈസിങ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് പറയാം. കാരണം പലപ്പോഴും നമ്മൾ സ്മാർട്ട് ഫോണുകൾ വീഡിയോ ചെയ്യുമ്പോൾ അത്തരം ഫോണുകൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിവാകൂ. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച്. നമ്മൾ തിരക്കുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾറെഡി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രൈസ് അറിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് അറിയുന്നത് വരെ നമ്മൾ പലപ്പോഴും വെയിറ്റ് ചെയ്യാറില്ല. പ്രൈസ് വീഡിയോയുടെ താഴെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് പറഞ്ഞാൽ 6GB 128-ൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 26,499 രൂപയാണ്. എന്നാൽ നമുക്ക് അതൊരു 23,999 വാങ്ങാൻ സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ICICIയുടെ കാർഡ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 2,500 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ ആ ഒരു 2,500 രൂപ ഡിസ്കൗണ്ട് കൂടി ചേർത്ത് 26,499 23,999 വാങ്ങാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫോണുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ എക്സ്ചേഞ്ച് ഓഫറായിട്ട് ഒരു 2,000 രൂപയുടെ ഡിസ്കൗണ്ട് വീണ്ടും ലഭിക്കും. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256 28,499 രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക. അവിടെയും ഈ പറഞ്ഞ ഓഫറുകൾ ബാധകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്ത് തോന്നി? വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷം വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.